സൂറത്ത് നൂഹ് ഏട്ടുതെട്ട് പരിശോധിക്കി. അതിൽ കാണാം, നൂഹ് നബി പടച്ചവനെ നീ അവർക്ക് പുറത്തു കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ അവരെ വിളിച്ചപ്പോൾ, പടച്ചോനെ നീ അവർക്ക് പുറത്തു കൊടുക്കുന്നതിന് വേണ്ടി ആരാണ് പാപം പൊറുക്കേണ്ടത്? അല്ലാഹുവാൻ. അതുകൊണ്ടാണ് നൂഹ് അലൈഹിസ്സലാം ഫഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തൂ. നിങ്ങൾ എന്നോട് ഇസ്തിഗ്ഫാർ നടത്തുന്നല്ല, ഏതെങ്കിലും പ്രവാചകനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നല്ല, മറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം, ഫഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. ഖുർആനിലെ 71-ാം അധ്യായം 10, 11, 12, 13. അങ്ങനെ റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിയാൽ, പടച്ചോനോട് റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ നിങ്ങൾക്ക് അവൻ സമൃദ്ധമായി മഴ ചൊരിഞ്ഞു തരും. കണ്ടോ, അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ നടത്തിയ അള്ള മഴ ചൊരിഞ്ഞു തരും. പടച്ചതമ്പുരാൻ മഴ ചൊരിഞ്ഞു തരും, സന്താനങ്ങൾ നൽകും, അരുവികൾ ഒഴുക്കി തരും. ഖുതുബിയത്തിന്റെ 19-ാമത്തെ പേജിൽ 10-ാമത്തെ പേജ് പറയുന്നറിയോ? അരുവി ഒഴുക്കുന്നത് മൊയ്തീൻ ശൈഖാണ്, മഴ പെയ്യിപ്പിക്കുന്നത് മൊയ്തീൻ ശൈഖാണ്. മക്കാ മുശ്രിക്കുകൾ പോലും ഈ കാര്യം വിശ്വസിച്ചിട്ടില്ല, അവർ അള്ളയാണ് മഴ പെയ്യിപ്പിക്കുന്നത് എന്ന്. അതെ, വലയിൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാ, ആരാണ് മഴ ചൊരിഞ്ഞു തരുന്നത് എന്ന് അബൂജഹലിനോട് ചോദിച്ചാൽ അള്ളയാണെന്ന് പറയും. ഖുതുബിയത്തുകാരൻ പറയുന്ന മൊയ്തീൻ ശൈഖാണ്. ഇത്ര അന്തരണ്ട് നിങ്ങളും ഇസ്ലാമും തമ്മിൽ, നിങ്ങളും ഇസ്ലാമും തമ്മിലുള്ള അന്തരം. അബൂജഹൽ പോലും നിങ്ങളെക്കാൾ കുറച്ച് മേലെയായിട്ടാണ് നിൽക്കുന്നത് എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. ഇത് അബൂജഹലിന്റെ വെള്ളപൂശിയല്ല. അബൂജഹൽ പോലും മഴ പെയ്യിപ്പിക്കുന്ന അള്ളയാണെന്ന് വിശ്വസിച്ചു. ഖുർആനിലെ 29-ാം അധ്യായം 63-ാമത്തെ വചനം, ഖുർആനിലെ 27-ാം അധ്യായം 62-ാമത്തെ വചനം, അവിടെയൊക്കെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് മഴ പെയ്യിപ്പിക്കുന്നത് അള്ളയാണെന്ന് അവർ വിശ്വസിച്ചു. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തശ്കുറൂൻ. ഖുർആനിലെ 58-ാം അധ്യായം, വിശുദ്ധ ഖുർആൻ 56-ാം അധ്യായം 68 മുതൽ 70 വരെയുള്ള സൂക്തം. ആരാണ് നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളാണോ അതിറക്കുന്നത്, നാം ആണോ എന്ന് പടച്ചോൻ ചോദിക്കുന്നു. അബൂജഹൽ പറഞ്ഞു അല്ലാഹുവാണ്, അബൂലഹബ് പറഞ്ഞു അല്ലാഹുവാണ്, ഖുതുബിയത്തുകാരൻ പറഞ്ഞു മൊയ്തീൻ ശൈഖാൻ. ഏത് വിശ്വസിക്കണം നമ്മൾ? ഏത് വിശ്വസിക്കണം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഴ പെയ്യിപ്പിക്കുന്നത് അല്ലാഹുവാണെന്ന് വിശ്വസിച്ചു, സഹാബികൾ അല്ലാഹുവാണെന്ന് വിശ്വസിച്ചു, അമ്പിയാക്കൾ മുഴുക്ക വിശ്വസിച്ചു, ഖുതുബിയത്തുകാരൻ വിശ്വസിച്ചു മൊയ്തീൻ ശൈഖാൻ. നമ്മൾ ഏത് വിശ്വസിക്കണം? ആദം നബിയുമായി നിങ്ങൾക്ക് ബന്ധമില്ല, നൂഹ് നബിയുമായി നിങ്ങൾക്ക് ബന്ധമില്ല, ഇബ്രാഹിം നബിയുമായി നിങ്ങൾക്ക് ബന്ധമില്ല, ഇസ്മായിൽ നബിയുമായി നിങ്ങൾക്ക് ബന്ധമില്ല, ദാവൂദ് നബിയുമായി നിങ്ങൾക്ക് ബന്ധമില്ല, കലീമുല്ലാഹി മൂസയുമായി നിങ്ങൾക്ക് ബന്ധമില്ല, മസീഹുല്ലാഹി ഈസയുമായി നിങ്ങൾക്ക് ബന്ധമില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി നിങ്ങൾക്ക് ബന്ധമില്ല. നിങ്ങളുടെ മതമേതാ? നിങ്ങളുടെ മതമേതാ? നിങ്ങളുടെ നബി ആരാ? അല്ലാഹുവാണ് മഴ പെയ്യിപ്പിക്കുന്നത് എന്ന് വിശ്വസിക്കാത്തൊരു ജനത, അതും മൊയ്തീൻ ശൈഖിന് വകവെച്ചു കൊടുത്തൊരു ജനത, റുബൂബിയത്തിൽ വരെ പങ്കുചേർത്ത ഒരു ജനത. മക്കയിലെ മുശ്രിക്കുകൾ റുബൂബിയത്തിൽ പങ്കുചേർന്നിട്ടില്ല, ഉലൂഹിയത്തിൽ പങ്കുചേർത്തവരാണ്. നിങ്ങൾ റുബൂബിയത്തിൽ വരെ പങ്കുചേർത്തിരിക്കുന്നു എന്ന വസ്തുത എന്റെ പ്രസംഗം കൊണ്ടല്ല, നിങ്ങൾ ചരിത്രപരമായി മനസ്സിലാക്കണം. ഈ സമുദായത്തിന്റെ അവസ്ഥയാണ്. അങ്ങനെ വിശ്വസിപ്പിക്കപ്പെട്ടിരിക്കുന്നു, അങ്ങനെ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനം അള്ളാഹുവിനെ മനസ്സിലാക്കി കൊടുക്കുന്നത്. ഇനിയോ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സമസ്തക്കാരുടെ മദ്രസ, അതിൽ കുട്ടികളെ പ്രാർത്ഥന പഠിപ്പിക്കുന്നു. ഏതെങ്കിലും ഒരു പ്രാർത്ഥന റബ്ബന എന്നല്ലാതുണ്ടോ? ബാത്റൂം കയറുമ്പോൾ ഇടതുകാല് വെക്കാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു അള്ളാഹിനോട്. പുറത്തു വരുമ്പോ വലതുകാല്, വാഹനത്തിൽ കയറുമ്പോ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, പള്ളിയിൽ കയറുമ്പോ വലതുകാല് വെക്കാൻ പറഞ്ഞു, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇടതുകാല് വെക്കാൻ പറഞ്ഞു, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് പറയാൻ പറഞ്ഞു. അങ്ങനെ ജീവിതത്തിന്റെ നിഗലമണ്ഡലങ്ങളിൽ പ്രാർത്ഥന പഠിപ്പിച്ചു. ഏതെങ്കിലും ഒരു പ്രാർത്ഥന റബ്ബനാ അല്ലാഹുമ്മ എന്നല്ലാതെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും അല്ലാത്ത ഒരാളോട് പ്രാർത്ഥന ഉണ്ടോ? പിന്നെ നിങ്ങൾക്ക് എന്താ അത്ര വാശി? പിഴച്ചേ തീരൂ. സ്വർഗത്തിൽ ഞങ്ങൾക്ക് ആവശ്യമില്ല, എന്താ നിങ്ങൾക്ക് ഇത്ര വാശി? നരകത്തിൽ തന്നെ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മലിക്കുൽ ജബ്ബാറായ റബ്ബ് പരലോകത്തില് എന്നോട് മാത്രം പ്രാർത്ഥിച്ചവരൊക്കെ ഒന്ന് മാറി. ആലോചിക്കണം, പരലോകത്തെ റബ്ബ് എന്നോട് പ്രാർത്ഥിച്ചവരൊക്കെ ഒന്ന് മാറി, എല്ലാവരും മാറി.